ഇന്നലെ പത്തനംതിട്ട തിരുവല്ല കുമ്പനാട് കരോൾ സംഘത്തെ ഒരു സംഘം സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ചിരുന്നു. ഈ സംഘത്തെ ആക്രമിച്ച 4 പേർ, സ്ത്രീകളടക്കം 8 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ സ്ത്രീകളടക്കം 8 പേർക്ക് പരിക്കേറ്റു. അതിൽ 4 പേർ ഇപ്പോൾ പിടിയിലായി എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. പ്രതികളെ കോയിപ്രം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. രാത്രിയുണ്ടായ ആക്രമണത്തിൽ സ്ത്രീകളടക്കം 8 പേർക്കാണ് പരിക്കേറ്റത്. ഏതായാലും ക്രിസ്മസ് ദിനത്തിന് അത്ര സുഖകരമല്ലാത്ത ഒരു വാർത്ത കൂടിയാണ് അത് എന്നുള്ളതാണ്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശശിനാരായണൻ, ഈ ആക്രമണത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? അത് പോലീസ് ഏതെങ്കിലും തരത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പങ്കുവെക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ഇന്നലെ രാത്രി 12 മണിക്കാണ് കരോൾ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. അത് കുമ്പനാട് എക്സോഡസ് ചർച്ച് കരോൾ സംഘത്തിന് നേരെയാണ് ഒരു സംഘം ആളുകൾ, 10ഓളം വരുന്ന സംഘം ആക്രമിച്ചത്. ആക്രമണത്തിൽ 8ഓളം സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടക്കമുള്ളവർക്ക് പരിക്കേറ്റു. 10ലധികം വരുന്ന സംഘം ഉണ്ടായിരുന്നാണ് ഈ ആക്രമണത്തിൽ ഇരയായവർ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കോയിപ്പുറം പോലീസാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സുരേഷ്, ജിത്തു, ഷെറിൻ, ജിബിൻ എന്നിവരെയാണ് പോലീസ് ഈ അക്രമവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ പ്രധാനമായും പറയുന്നത് കാറിനിടെ കരോൾ സംഘം വന്ന കാറിലെ ലൈറ്റ് ഡിം ആക്കാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് ആക്രമണത്തിന്റെ കാരണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും അത്തരത്തിൽ ഒരു വാക്ക് തർക്കം ഇത്തരം ഒരു ആക്രമണത്തിൽ എത്തി എന്ന് പോലീസ് വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ മറ്റു കാര്യങ്ങളുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ പറയുന്നത് ഈ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ പോലീസിനോട് പരാതി പറയുന്നത് വളരെ കയ്യേറ്റം ചെയ്യുകയും ഈ സ്ത്രീകളെയും കുട്ടികളും അടക്കം ഈ അക്രമി സംഘം കയ്യേറ്റം ചെയ്യുകയുണ്ടായി. വളരെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നുള്ള രീതിയിലാണ് അവർ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ ലൈറ്റ് ഈ കരോൾ സംഘം കാറിനകത്ത് വന്ന ശേഷം മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോഴാണ് കാറിന്റെ ലൈറ്റ് ഡിമ്മാക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ ആക്രമണത്തിൽ കലാശം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ പിടിയിലായിട്ടുള്ള പോലീസിനോട് പറഞ്ഞത്. എന്തായാലും വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് പോലീസ് കണക്ക്. എന്തായാലും 4 പേര് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ കോയിപ്പുറം പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. അത് കോയിപ്പുറം സ്വദേശികളായ സുരേഷ്, ജിത്തു, ഷെറിൻ, ജിതിൻ എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. പോലീസിൽ ഇവരെ ആക്രമണം ഉണ്ടായ സമയത്ത് തന്നെ രാത്രി തന്നെ പോലീസ് വിളിച്ചു. പോലീസ് വന്ന സമയത്ത് തന്നെ പ്രതികൾ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും അതിനുശേഷമാണ് പോലീസ് പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുന്നത്. രഞ്ജിത്തെ, ഈ എക്സോഡസ് ചർച്ച് കരോൾ സംഘം ഇതൊരു എന്തെങ്കിലും തർക്കത്തിന്റെ പുറത്താണോ, മുൻകൂട്ടി ആസൂത്രണം ചെയ്താണോ, ഈ പ്രദേശവാസികൾ തന്നെയാണോ, മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ശശിനാരായണൻ? അത്തരം വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. എക്സോഡസ് ചർച്ച് എന്ന് പറഞ്ഞാൽ പ്രദേശം കുമ്പനാട് തന്നെ ഉള്ളതാണ്. അവരും ഈ കരോൾ സംഘവുമായി ബന്ധപ്പെട്ട് രാത്രിയിൽ ഇങ്ങനെ വീടുകൾ കരോൾ സംഘ ഗാനങ്ങൾ പാടി ഇങ്ങനെ വരുന്ന സമയത്താണ് ഇത്തരത്തിൽ അവർ ഇന്നോവ കാറിനകത്ത് വരുമ്പോൾ ആ കാറിന് ലൈറ്റ് ഡിം ചെയ്യാത്തതിന്റെ പേരിൽ ഉടനെയിരിക്കുകയാണ് ഈ സംഘം ഡിം ചെയ്യാത്തതിന്റെ പേരിൽ ഉണ്ടായ തർക്കവും ചോദ്യം ചെയ്യലുമാണ് പിന്നെ ഈ ആക്രമണത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന മൊഴി. അത്തരം പറയുന്നത്. എന്തായാലും ഈ സംഘം അത്തരത്തിൽ തന്നെയാണ് പോലീസിനോട് പരാതിയുള്ളത്. പക്ഷെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം പരസ്പരം ഏറ്റുമുട്ടുകയും ഇവരെ വളരെ മോശമായ ഭാഷയിൽ അസഭ്യ ഭാഷ വിളിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നതൊക്കെ ഉള്ള ഒരു ദൃശ്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഒരു വീടിന്റെ മുകളിൽ വെച്ചാണ് ഇത്തരം ഒരു ആക്രമണം കരോൾ സംഘത്തിന് നേരെ ഉണ്ടായത്. തുടർച്ച ഇത്തരം ആക്രമണങ്ങൾ കരോൾ സംഘത്തിന് നേരെ ഉണ്ടാകുന്ന ഒരു ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പത്തനംതിട്ടയിലും തിരുവല്ലയിലും ഇത്തരം സംഭവം ഉണ്ടായത്. വലിയ ഗൗരവത്തോടുകൂടിയാണ് ഈ സഭയിൽ കാണുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും 4 പേർ കുമ്പനാട്ടാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. കാരൽ സംഘാംഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ വീടുകളിലും കയറി കാരൽ ഗാനങ്ങൾ പാടി ക്രിസ്മസിന്റെ ഒരു അന്തരീക്ഷം അത് സംഗീതം കൂടി ചേരുന്നതാണ്, അത് സൃഷ്ടിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ന്യായീകരിക്കാനാവുന്നതല്ല. ഇപ്പോൾ 4 പേർ അറസ്റ്റിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.